തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ കർത്താവ് പറയുന്നത്. ഒരു വ്യക്തി നമ്മളോട് തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നുക എങ്ങനെയെങ്കിലും അതുപോലെ ഒരു തിന്മ ചെയ്ത് ആ വ്യക്തിയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ അവസരം പാത്തിങ്ങനെ നടക്കുക. കർത്താവ് പറയുന്നു, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഞാൻ കുരിശിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു നൽകിയത്, ആ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പലപ്പോഴും നമുക്കത് സാധിക്കാതില്ല എന്നുള്ളതാണ്. തിന്മയെ തിന്മ കൊണ്ട് മുന്നേറുന്ന വ്യക്തി നമ്മൾ മനസ്സിലാക്കണം. തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. തീയിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആളി കത്തും. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് മുന്നേറുന്ന വ്യക്തി ആ തീ കെടുത്തുന്നതിന് തുല്യമായ വ്യക്തിയാണ്. ആ വ്യക്തി തീയെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ചിന്തിച്ച് നോക്കാം, തീ വർദ്ധിപ്പിക്കുകയാണോ കെടുത്തുകയാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കുടുംബത്തിലാകാം, സമൂഹത്തിലാകാം. നമ്മൾ പലപ്പോഴും ആരെങ്കിലും എന്നോട് ദ്രോഹിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും വാക്കുകൊണ്ട് മുറിപ്പെടുത്തി കഴിഞ്ഞാൽ, നമ്മുടെ അഹത്തെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. നമ്മൾ ആ തീയിലേക്ക് എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക, കുറ്റം പറഞ്ഞ് ഒരു അവസരം പാത്തിരുന്ന് എണ്ണയുമായിട്ട് കരുതിയിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നാൽ കർത്താവ് പറയുന്നതല്ല. ദൈവം പറയുന്നത്രയേ ഉള്ളൂ, നിങ്ങൾ ആ എണ്ണ ഒഴിക്കാതിരിക്കുക. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ നന്മകൾ ചെയ്യുക. അപ്പോൾ ആ വ്യക്തി മാറുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് സമാധാനം കിട്ടുന്നേ. മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഉള്ളിലെ തിന്മ നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. നമ്മളും ആ വ്യക്തിക്ക് തിന്മ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ സമാധാനം ഇങ്ങനെ നഷ്ടപ്പെടും, ആ വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെടും, ഉറക്കമില്ലാതാകും. അതുകൊണ്ട് മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ തിന്മയ്ക്ക് തിന്മ ചെയ്യാതിരിക്കുക. നന്മ ചെയ്യുന്ന വ്യക്തിയാകുമ്പോൾ സമാധാനം ലഭിക്കുകയുള്ളൂ. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.